ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. 400-500 കോടി ബഡ്ജറ്റിലെടുത്ത തമിഴകം കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്റെ ദളപതി വിജയുടെ അവസാനത്തെ ചിത്രം ജനനായകൻ, അതിന്റെ പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. പടത്തിന്റെ റിലീസിന് വേണ്ടി കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നു. തിയേറ്ററിൽ കളിക്കേണ്ടിയിരുന്ന സിനിമ ഇപ്പോൾ കളിക്കുന്നത് ആളുകളുടെ മൊബൈൽ ഫോണിലാണ്. അതും തിയേറ്ററിലിരുന്ന് ആരോ ഒളിച്ച് ഷൂട്ട് ചെയ്തെടുത്ത പ്രിന്റൊന്നും അല്ല, നല്ല പക്ക ഒറിജിനൽ HD പ്രിന്റ്. ഒരു 10-11 വർഷം മുന്നേ ഇതേപോലൊരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ പ്രേമം സിനിമയുടെ സെൻസർ കോപ്പി ലീക്കായത്. പക്ഷേ അതുപോലും സിനിമയുടെ റിലീസിന് ശേഷമാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സിനിമയെക്കുറിച്ച് മാത്രമല്ല. ഏപ്രിൽ 23-ന് തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്ന ഇലക്ഷൻ, വിജയുടെ രാഷ്ട്രീയ പാർട്ടി, ആമസോൺ പ്രൈമിന്റെ 131 കോടി ഡീൽ. അതുമാത്രമല്ല, ആരും ചോദിക്കാൻ ഭയപ്പെടുന്ന ആ ചോദ്യം, ഈ പ്രിന്റ് ശരിക്കും വിജയുടെ ടീം തന്നെയല്ലേ ഇറക്കി വിട്ടത്? ഈ പ്രിന്റ് ലീക്കായതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നതായിരിക്കും. വരൂ, വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ലീക്ക് എത്രത്തോളം സീരിയസ് ആണെന്ന് നമുക്ക് നോക്കാം. സാധാരണ ഒരു സിനിമ ലീക്കാകുന്നത് അതിന്റെ റിലീസ് ദിവസമായിരിക്കും. തിയേറ്ററിൽ പോയി ആരെങ്കിലും ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ പ്രൊജക്ടർ റൂമിൽ നിന്ന് ലീക്കാകും. ഈ 3 മണിക്കൂർ 2 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ ലീക്കായത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എഡിറ്റിംഗ് സ്യൂട്ട്, അല്ലെങ്കിൽ ഡയറക്ടർ H വിനോദിന്റെ ഹാർഡ് ഡിസ്ക്, അതുമല്ലെങ്കിൽ സെൻസർ ബോർഡിന്റെ ഓഫീസ്, ഈ മൂന്നിടത്ത് എവിടെ നിന്നാണ് ഫയൽ ലീക്കായിരിക്കുന്നത്? സാധാരണ 400-500 കോടി മുടക്കിയെടുക്കുന്ന ഒരു ചിത്രം അതിന്റെ ഹാർഡ് ഡിസ്ക് സൂക്ഷിക്കുന്നത് എത്ര വലിയ സെക്യൂരിറ്റിയോടെ ആയിരിക്കും? അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ KVN പ്രൊഡക്ഷൻസും ഈ ചിത്രത്തിന്റെ ഹാർഡ് ഡ്രൈവ് സൂക്ഷിച്ചിരുന്നത്. ഇത്രയും വലിയൊരു ടൈറ്റ് സെക്യൂരിറ്റിയിൽ നിന്ന് എങ്ങനെ ഈ ചിത്രം ലീക്കായി? അതും പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ പോകാൻ വെറും 2 ആഴ്ച ബാക്കിയുള്ളപ്പോൾ. ഈ പണി നടന്നതിന് പിന്നിൽ വെറും ഒരു പൈറസി അല്ല, കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ സിനിമയും രാഷ്ട്രീയവും രണ്ടും രണ്ടല്ല. MGR തൊട്ട് കരുണാനിധിയും വിജയകാന്തും വരെ സിനിമയിലൂടെ രാഷ്ട്രീയം പറഞ്ഞാണ് പവറിലേക്ക് വന്നത്. അത് വിജയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം അനൗൺസ് ചെയ്തതിനു ശേഷം തന്റെ അവസാന പടമായ ജനനായകൻ ചെയ്യാൻ തീരുമാനിച്ചത്. ആ ചിത്രത്തിന്റെ അകവും പുറവും പൊളിറ്റിക്സ് ആണ്. നായകന്റെ പേര് തന്നെ ദളപതി വെട്രിക്കൊണ്ടാൻ എന്നാണ്, അതായത് TVK. ഇത് വെറും യാദൃച്ഛികമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പക്ക പ്ലാനിംഗ് ആണ്. ആ സിനിമയിലെ നായകന്റെ കയ്യിലെ TVK എന്ന് പറയുന്ന ടാറ്റു മുതൽ പറയുന്ന ഓരോ ഡയലോഗ് വരെ തമിഴ്നാട്ടിലെ വോട്ടർമാരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. വിജയ് മത്സരിക്കുന്ന പെരമ്പൂറും തിരുച്ചിറപ്പള്ളി ഈസ്റ്റും മാത്രമല്ല, തമിഴ്നാട് മുഴുവൻ ഈ സിനിമ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ പോലെ വർക്കാകണം എന്നതായിരുന്നു ഒറിജിനൽ പ്ലാൻ. പക്ഷേ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ആമസോൺ പ്രൈമുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഡീൽ വഴുതി പോകുന്നു. റിലീസ് ഡേറ്റ് ഏപ്രിൽ 30-ലേക്ക് നീളുന്നു. പക്ഷേ ഇലക്ഷനോ ഏപ്രിൽ 23-നും. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഏപ്രിൽ 30-ന് ഈ ചിത്രം റിലീസായിട്ട് ആർക്കാണ് എന്താണ് ഗുണം? അവിടെയാണ് സംശയത്തിന്റെ ആദ്യ വിത്തുകൾ മുളയ്ക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ച ഇതാണ്. ഈ ലീക്ക് വിജയുടെ അറിവോടെ നടന്നതാണോ? ഫേസ്ബുക്കിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ വന്ന ഏതെങ്കിലും ഒരു ഫോർവേഡ് മെസ്സേജായോ ഏതെങ്കിലും ഒരു പോസ്റ്റായോ ഇത് തള്ളിക്കളയാവുന്ന ഒരു കാര്യമായിട്ട് പലർക്കും തോന്നിയില്ല. അതാണ് പല ഗ്രൂപ്പുകളിലും ഇതൊരു ചർച്ചയായി ഇപ്പോഴും നിലനിൽക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഈ വിഷയത്തിലേക്ക് ഇറങ്ങാം. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വിജയ്ക്ക് ചുറ്റും വലിയ പൊളിറ്റിക്കൽ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. കാരൂരിലെ ദുരന്തം, പെട്ടെന്നുള്ള CBI എൻക്വയറികൾ, തഞ്ചാവൂരിലെ റാലിക്കിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, എന്തിനേറെ പറയുന്നു, വ്യക്തി ജീവിതത്തിലെ ഡിവോഴ്സ് റൂമറുകൾ വരെ ഒരു പൊളിറ്റിക്കൽ ടൂളായി എതിരാളികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാരണം ദളപതിക്ക് വലിയൊരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ടോ എന്നത് സത്യമല്ലേ? ഈ നെഗറ്റിവിറ്റി മുഴുവൻ ഒറ്റയടിക്ക് മാറ്റിയെടുക്കണം. തൻ്റെ അണികളെ വിജയ്ക്ക് റീചാർജ് ചെയ്തെടുക്കാൻ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇത് വിജയുടെ ടീമിന്റെ അറിവോടെ നടന്ന ഒരു ലീക്ക് ആകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇത്രയധികം പൊളിറ്റിക്സ് പറയുന്ന ഈ ചിത്രം ഇലക്ഷന് മുന്നേ തിയേറ്റർ കാണുക എന്നത് ഒരു ബാലി കയറാൻ മലയാണ്. പക്ഷേ ഇന്റർനെറ്റിൽ ഫ്രീ ആയിട്ട് തനിക്ക് പറയാനുള്ള എല്ലാം അടങ്ങിയ ഈ സിനിമ എന്ന പ്രോഡക്റ്റ് വിട്ടാലോ എന്ത് സംഭവിക്കും? തമിഴ്നാട്ടിലെ മുക്കും മൂലയിലുമുള്ള സാധാരണക്കാരുടെ മൊബൈലിലേക്ക് വിജയുടെ പൊളിറ്റിക്കൽ അജണ്ട വെറും ഒറ്റ ദിവസം കൊണ്ടെത്തും. ഈ സിനിമ ജനങ്ങൾ കാണണം, അതും ഇലക്ഷന് മുന്നേ തന്നെ കാണണം. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു മാസ്റ്റർ പ്ലാൻ അല്ലേ? വേലി തന്നെ വിളവ് തിന്നുന്ന പ്രതിഭാസം. ഒരു 400-500 കോടി ഒരു സിനിമയിൽ 200-300 കോടി വാങ്ങുന്ന ഒരു നടന് വലിയ കാര്യമാണോ? ആ കാശ് തന്റെ കീശയിൽ നിന്നെടുത്ത് പ്രൊഡക്ഷൻ കമ്പനിക്ക് കൊടുത്താൽ തീരാവുന്ന കണക്കുകളല്ലേ ഇവിടെ ഉള്ളൂ. അതുമല്ലെങ്കിൽ 400-500 കോടിക്ക് മുകളിലാണോ ഒരു CM കസേര? ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്ന സിമ്പിൾ കാര്യമാണ് ഇതൊക്കെ. മെയിൻ കാര്യം, ഈ ചിത്രം ലീക്കായാൽ അത് എതിർ പാർട്ടികളുടെ തലയിൽ കൊണ്ടുവയ്ക്കാം. അവിടെ നിന്ന് ഒരു സിമ്പതി വർക്കൗട്ട് ചെയ്ത് നമുക്ക് അതും വോട്ടുകളായിട്ട് കൺവെർട്ട് ചെയ്യാം.
അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എല്ലാവരുടെയും വേറൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ചിത്രം, അതായത് വിജയുടെ അവസാനത്തെ ചിത്രം, അത് വിജയ് തന്നെ ലീക്കാക്കി അതൊരു പരാജയ ചിത്രമാക്കുമോ എന്നതാണ്. ഇതൊരു മാസ്റ്റർ പ്ലാൻ ആണെങ്കിൽ ഈ ഒരു ലീക്കും വോട്ടുകളായി മാറും. ഈ ചിത്രം ലീക്ക് ചെയ്തത് DMK അല്ലെങ്കിൽ എതിർകക്ഷികളിൽ ആരെങ്കിലും ആകാം എന്ന് അവർ പറഞ്ഞു പരത്തും. ഉടനെ ഒട്ടുമൊത്ത தியேட்டர்ஸ் எல்லா கண்ட்ரோல் யார்ட்ட இருக்கு? நம்மளுடைய ரெட் ஜெயின் இருக்க உதயநிதி, அவர் பையன் 20 வயசு தான், அவனுக்கு ஒன்றும் தெரியாது. அப்ப இன்பநிதி கூப்பிட்டு படத்தை ரிலீஸ் பண்ணு, ലീക്ക് பண்ணு, എവ്വളോ അന്യായം. അതിൻ്റെ ഒരു സിമ്പതി വോട്ട് അത് വേറെ. അതുമാത്രമല്ല, തമിഴ്നാട്ടിലെ വിജയ് ഫാൻസിൻ്റെ കാര്യം, അവർക്ക് വിജയ് എന്നാൽ ദൈവത്തെ പോലെയാണ്. തൻ്റെ ദൈവത്തിൻ്റെ അവസാന ചിത്രം പരാജയപ്പെടാൻ തമിഴ്നാട് വിജയ് ഫാൻസ് അനുവദിക്കുമോ? വിജയുടെ അവസാനമായി റിലീസ് ചെയ്ത ഗില്ലി വരെ 50 കോടി അടിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ. വിജയുടെ സിനിമകൾ വീണ്ടും വീണ്ടും കണ്ട് അത് വിജയിപ്പിക്കാൻ തമിഴ്നാട്ടിലെ വിജയ് ഫാൻസിന് അറിയാം. ആ ഒരു ബോധ്യം വിജയ്ക്കുണ്ട്. താൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന തൻ്റെ ഫാൻസ് തൻ്റെ അവസാന ചിത്രവും ഇരു കൈനീട്ടിയും സ്വീകരിക്കും. അല്ലെങ്കിൽ തന്നെ വിജയുടെ ഒരു സിനിമ ഇറങ്ങിയാൽ അതേ ദിവസം തന്നെ നെറ്റിൽ വരുന്നതാണല്ലോ. എന്നിട്ട് പോലും ആ ചിത്രങ്ങൾ 300-400 കോടി അടിക്കുന്നില്ലേ? ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാനാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതും ഇലക്ഷന് വെറും 2 ആഴ്ച മുന്നേ. ഇനി ഇതെല്ലാം എത്രത്തോളം വോട്ടുകളായി മാറുന്നു എന്നത് നമുക്ക് ഭാവിയിൽ കണ്ടറിയണം. ഇതൊക്കെ നമ്മൾ പറയുന്ന ചില തിയറികളാണ്. ഇനി KVN പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് നോക്കാം. അവരുടെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റിൻ്റെ ഒരു കോപ്പി ലീക്ക് ആയിട്ട് പോലും കമ്പനിയുടെ സൈഡിൽ നിന്ന് ലീഗലായിട്ട് ഒരു മൂവ്മെൻറ്റ് പോലുമില്ല. അതുമാത്രമല്ല, കമ്പനിയുടെ സൈഡിൽ നിന്ന് ആരും ഒരു പ്രസ് മീറ്റോ എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് പോലും വന്ന് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, വീട്ടിലെ ലോക്കറിലിരിക്കുന്ന ഒരു സാധനം മോഷണം പോയാൽ നമ്മൾ പോലീസിനെ വിളിക്കില്ലേ? പക്ഷേ ഇവിടെയോ KVN പ്രൊഡക്ഷൻസിന് അനക്കമില്ല. പക്ഷേ ഇതിന് ഇൻഷുറൻസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ പൈറസിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കോടികളുടെ ഇൻഷുറൻസ് ഒന്നും പാസ്സാകില്ല. അതുമാത്രമല്ല, കോടിക്കണക്കിന് ജനങ്ങൾ കണ്ട ഈ ചിത്രം ഇനി ആമസോൺ പ്രൈം 131 കോടി മുടക്കി വാങ്ങാനുള്ള ധൈര്യം കാട്ടുമോ? ഒരിക്കലുമില്ല. നെറ്റിൽ ഫ്രീ ആയിട്ട് കണ്ട ഈ ചിത്രം ആൾക്കാർ OTTയിൽ കാശ് കൊടുത്ത് കാണുമോ? ഇത് വലിയൊരു ഗെയിമാണ്. നിർമ്മാതാക്കളെ ബലികേടാക്കിക്കൊണ്ട് നടത്തിയ ഒരു വലിയൊരു പൊളിറ്റിക്കൽ മൂവ്, അല്ലെങ്കിൽ സിസ്റ്റം മുഴുവൻ കൊളാപ്സായ ഒരു പൈറസി അറ്റാക്ക്. സത്യം അറിയാവുന്നവർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് ജനനായകൻ ലീക്കിന് പിന്നിൽ നടന്ന കളികൾ. പടം ഇനി തിയേറ്ററിൽ വരുമോ അതോ ഫുള്ളായിട്ട് ഇന്റർനെറ്റിൽ തന്നെ ഒതുങ്ങുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും തമിഴ്നാട് ഇലക്ഷന് ഈ ചിത്രം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നത് സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ഇഷ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിജയുടെ പക്ക പൊളിറ്റിക്കൽ പ്ലാനാണോ അതോ KVN പ്രൊഡക്ഷൻസിന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു പിഴവോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?